എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഭയങ്കര സന്തോഷത്തില് നയനയും നവ്യൊക്കെ വീട്ടിലെത്തിയിരിക്കുന്നത്. പിന്നീട് നന്ദുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക പറഞ്ഞു, ഇതേ നന്ദൂട്ട, സന്തോഷിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ പഴയ സ്വഭാവം എടുക്കരുത് കേട്ടോ. വല്ലവരുമായിട്ട് അടിപിടി ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ SI സെലക്ഷൻ ഒന്നും കിട്ടത്തില്ലെന്ന് പറയണം. ഇത് കേട്ടതും നായന പറഞ്ഞു, അത് ശരിയാ നന്ദു, പിന്നെ SI സെലക്ഷൻ എന്ന മോഹം അങ്ങോട്ട് പോകുന്നു പറയാ. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ഞാൻ ഇനിയിപ്പൊ തൽക്കാലത്തേക്ക് ആരുമായിട്ട് അടിയിടിയൊന്നും ഉണ്ടാക്കാനൊന്നും പോകത്തില്ല ചേച്ചി എന്നൊക്കെ പറയാം. ആ സമയം നവ്യ ചോദിച്ചു, അല്ല പലഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ അമ്മയെന്ന് ചോദിക്കും. അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾ വരുന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ, അത് കുഴപ്പമില്ല, ഇനി ഉണ്ടാക്കാന്ന് പറയണേ. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, ഞാനും കൂടെ വരാന്ന് പറയണേ. വേണ്ട വേണ്ട, മോള് വരണ്ട, ഞാൻ ചെയ്തോളാന്ന് പറയണേ. അപ്പൊ നവ്യ പറഞ്ഞു, എന്നാ ഞാൻ കൂടാന്ന് പറയാം. പിന്നെ ഇത്രയും കാലം അടുക്കളയുടെ പരിസരത്തേക്ക് പോലും വരാത്ത ആളാ ഇപ്പൊ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് വരുന്നേ എന്ന് പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാരും കൂടെ ചിരിക്കുവാണ്. പിന്നീട് ആദർശ് നയനയുടെ വീട്ടിലേക്ക് പോണ സമയത്താണ് ദേവേനയുടെ കോള് വരുന്നേ. ദേവേനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ ഇവിടെ ആ നന്ദു എന്ന് പറയുന്ന ആള് വന്നിട്ടുണ്ടായിരുന്നു പറയാണ്. എന്നിട്ടോമേ, അവൾക്ക് എന്റെ SI സെലക്ഷൻ കിട്ടിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞേണ്ടാ വന്നേ. അല്ല നിന്റെ ഭാര്യ ഇക്കാര്യം അറിഞ്ഞോന്ന് ചോദിക്കാം. അറിയുക മാത്രമല്ല അവൾ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തെന്ന് പറയണോ. ഓഹോ, അതിന്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചോന്ന് ചോദിക്കും. അല്ലടാ, അവള് പോയിട്ടെന്താ, ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ടാ വരുവുള്ളോ, ഇങ്ങോട്ട് വരത്തില്ലെന്ന് ചോദിക്കും. അത് പിന്നെ അമ്മ അവിടെ വരെ ചെന്നപ്പോ പിന്നെ 2-3 ദിവസം നിൽക്കട്ടെ, നവ്യം പോയിട്ടുണ്ടെന്ന് പറയണ കൂടെ. ഇതൊക്കെ എപ്പോ സംഭവിച്ചു, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറയണ. ഒരു കാര്യം, നീ പോയി അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോരാൻ പറയണ. അമ്മേ, അത് പിന്നെ എന്തിനാമ്മേ, 2 ദിവസം അവളോട് നിൽക്കട്ടെ എന്ന് പറയാ. എനിക്കറിയണം മോനെ, 2 ദിവസം അവളോട് നിൽക്കട്ടെ എന്ന് പറയും. നിനക്ക് എന്നിട്ട് അവിടെ പോയി നിൽക്കാനായിട്ടല്ലേ. അത് വേണ്ട, നീ ആ പേര് പറഞ്ഞിട്ട് അവിടെ പോയി നിൽക്കും. എനിക്ക് പറ്റില്ല നിന്നെ കാണാതിരിക്കാനായിട്ട്, അതുകൊണ്ട് നീ അവളെയും കൂട്ടി ഇങ്ങോട്ട് പോന്നാ മതി, അവളെ അവിടെ നിർത്തുവൊന്നും വേണ്ടെന്ന് പറയാ. അല്ലമ്മേ, അവൾക്ക് ആഗ്രഹം കാണത്തില്ലേ അവിടെ നിൽക്കണമെന്ന്. എന്തിന്, അതിന്റെ കാര്യമൊന്നുമില്ല, നീ പോയിട്ട് എത്രയും പെട്ടെന്ന് എന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരണം. പറഞ്ഞു കേട്ടല്ലോ, അല്ലെങ്കിൽ എനിക്കറിയാം നീ അങ്ങോട്ടേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം. കോള് കട്ട് ചെയ്തപ്പോ ദേവേനെ ഇങ്ങനെ ആലോചിച്ചു, പാവം നയന, അവളെ അവിടെ നിർത്തണം തനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവളെ കാണാതിരിക്കാണ്ട് തനിക്ക് പറ്റില്ല. അതുകൊണ്ട് ആദർശനോട് ആ കാര്യം പറയാനും ഒട്ടും പറ്റില്ലല്ലോ. പിന്നീട് അനാമി ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അനാമയുടെ അരിയിലേക്ക് ജലജ വരുവാണ്. ജലജ വന്നിട്ട് പറഞ്ഞു, മോളെ നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണെന്ന് ചോദിക്കുക. എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന്. ആ നന്ദു ഇവിടെ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്ന് ചോദിക്കുവാണ്. അവള് SI സെലക്ഷന്റെ കാര്യം പറയാൻ വേണ്ടി വന്നല്ലേ മോളെ നിൽക്കും. ഒരു SI സെലക്ഷൻ പോലും അവളുടെ വിചാരം അതേതാണ്ട് വലിയ കാര്യമെന്നാ. എന്റെ അച്ഛൻ അതിനേക്കാളും വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നല്ല ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോ ജലജ മനസ്സിൽ പറഞ്ഞു, എന്നിട്ടാണോടി നിന്റെ അച്ഛനും അമ്മയ്ക്കും തല്ല് കിട്ടിയിട്ട് അതുപോലും കണ്ടെത്താനായിട്ട് പറ്റാത്തെ എന്ന് മനസ്സിൽ വിചാരിക്കണം. ആ സമയം അനാമ ചോദിച്ച, അല്ല അപ്പച്ചി എന്താ ആലോചിക്കണേ നിക്ക്. ഒന്നുമില്ലാന്ന് പറയണ. മോളെ ഒരു കാര്യമുണ്ട്, നിന്റെ വീട്ടിൽ അതുപോലെ അടിപിടി കേസുകളൊക്കെ നടന്നില്ലേ, അതിന്റെ പിന്നില് ഈ പറയുന്ന നന്ദും അവളുടെ ഫ്രണ്ട്സ് വന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം. അതെ അപ്പച്ചി, അതങ്ങനെ തന്നെയാന്ന് പറയണ. മോളൊന്ന് സൂക്ഷിച്ചിരിക്കുന്ന നല്ലതാ. അവൾ SI ആയിട്ടുണ്ടെ പിന്നെ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്ന പറയാൻ പറ്റില്ലെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാ നടന്നേ, പാലിനകത്ത് വിഷം കലർത്തിയതും പിന്നെ അതോടൊപ്പം തന്നെ ഇവിടുന്ന് നെക്ലേസും മോഷണം പോയതും, ഇതൊക്കെ മിക്കവാറും അവള് കുത്തിപ്പോക്കും. അവളെ SI ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും കേസ് എടുത്തിട്ട് ഇതൊക്കെ അന്വേഷണം ആരംഭിക്കും എന്ന് പറയാം. അത് കേട്ടപ്പോ അനാമിക ഒന്ന് ഞെട്ടി. അതുകൊണ്ട് എന്താ വല്ല ഗുണമുണ്ടോ അപ്പച്ചി എന്നൊക്കെ അനാമിക പറയണം. അങ്ങനെ പറയാതിരിക്കാൻ അവൾക്ക് പറ്റില്ല. എനിക്കറിയാം മോളുടെ ശത്രുവാന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാനതൊക്കെ പറഞ്ഞേ. മിക്കവാറും നിരപരാധിയായ മോളെ ഇതിനകത്ത് ഉൾപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട്. കുറ്റങ്ങൾ മോളുടെ തലയിലേക്ക് കെട്ടിവെക്കും. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ മോൾക്ക് മുൻകൂർ ഒരു ഉപദേശം തന്നാന്ന് പറയണ. ഇത് കേട്ട അനാമി ഇങ്ങനെ ആലോചിച്ചിങ്ങനെ എഴുന്നേക്കുവാണ്. അവൾ SI ആയിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിനൊരു തീരുമാനമാവും, അതൊരു കാരണവശാലും പാടില്ല എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നീട് നവ്യെ നയനെ നന്ദു എല്ലാരും കൂടി കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പോഴാണ് വണ്ടിയുടെ ഹോണിന്റെ ശബ്ദം കേട്ടെ. നോക്കിയപ്പോ ആദർശം കൊണ്ടപ്പോ എല്ലാവർക്കും സന്തോഷമായി. കനയ്ക്കും ഗോവിന്ദനും എല്ലാവർക്കും കൃത്യസമയത്ത് തന്നെ മോൻ എത്തില്ലോ എന്ന് പറയണ. അങ്ങനെ നന്ദു കേക്ക് കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുക്കുവാണ്. ആദർശനും കൊടുത്തു കഴിഞ്ഞപ്പോ ആദർശ് കയ്യിലിരുന്ന ഗിഫ്റ്റ് നന്ദുവിന് സമ്മാനിക്കുവാണേ. ഇതെന്താ ആദർശേട്ടാ, തുറന്നു നോക്കാൻ പറയണം. തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വലിയൊരു നെക്ലേസ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ആദർശേട്ടെന്ന് പറയാം. പിന്നെ ഇതെന്റെ ഒരു സന്തോഷത്തിന്, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലായിരുന്നോ പോലീസ് യൂണിഫോം എന്നുള്ളത്. അങ്ങനെ നീ ആ ആഗ്രഹം നേടിയെടുത്തില്ലേ, അപ്പൊ നിനക്ക് ഞാൻ ഒരു പ്രസന്റ് തരണ്ടേന്ന് പറയണ. പിന്നീട് നയനോട് പറഞ്ഞു അതങ്ങോട്ട് അണിയിച്ചു കൊടുക്കാൻ പറയാണ്. അങ്ങനെ
നയനെ അത് നന്ദുന്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുക. നന്ദുവിനും ഭയങ്കര സന്തോഷം. എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് കന കുറഞ്ഞു. ഈ സമയത്ത് ദേ നവ്യയുടെ ഭർത്താവ് അബിയും കൂടെ വേണ്ടായിരുന്നു, എന്റെ മൂത്ത മരുമോനും കൂടെ വേണ്ടായിരുന്നു പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നവ്യ പറഞ്ഞു, എന്തിനാ ആ കാര്യം പറയണേ, നല്ല ഒന്നാന്തരം ഒരു സമയമായിരുന്നു ഇത്. എല്ലാരും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ പോലുള്ളതിന്റെ പേര് പറഞ്ഞ് ഉള്ള മൂടും കൂടെ കളയേണ്ട കാര്യം ഉണ്ടാവുമേ, വെറുതെ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയണം. പിന്നീട് ദേവേനെ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ട് ഫോണും പൊക്കി പിടിച്ചോണ്ട് വരുന്നേ. ഏട്ടത്തി ഇതുപോലെ കാണുന്നുണ്ടോ? എന്ത്? അല്ല, ഏട്ടത്തിന്റെ ഫോണിനകത്ത് വന്നില്ലേ? ഇല്ല. എനിക്ക് എന്റെ മരുമോൾ അയച്ചെന്നാ. അവൾക്ക് എങ്ങനെ ഇരിക്കുമ്പോ ഓരോ ചൊറിച്ചിലുള്ളതാണല്ലോ. ഞാനിതൊക്കെ കണ്ട് അസൂയപ്പെട്ടെന്ന് കരുതിട്ട് ഇങ്ങ് നോക്ക്. ആ നന്ദു എന്ന് പറയുന്നുള്ള വീട്ടില് അവിടെ സെൽഫിയൊക്കെ എടുത്തിരിക്കുന്നു. അവളുടെ കഴുത്തേ കിടക്കുന്ന നെക്ലേസ് കണ്ടോ? അത് മിക്കവാറും ആദർശ് കൊടുക്കാനാ വഴിയുള്ളതെന്ന് പറയാണ്. അങ്ങനെ സംസാരിക്കണം. ഈ സമയം ജലജയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് ദേവേനെ നോക്കി. ദേവേനിക്ക് സന്തോഷമായി. പിന്നീട് ദേവേന് പറഞ്ഞു, അതിനെന്താ, അവര് സന്തോഷിക്കട്ടെ, SI സെലക്ഷൻ കിട്ടിയതല്ലേന്ന് ചോദിക്കുകയാണ്. ഒരു SI സെലക്ഷൻ പോലും ഇതിന്റെ പേരില് അവള് ഇനി എന്തൊക്കെ കാണിച്ചു വിട്ടുമെന്ന് ആര് കണ്ടെന്ന് പറയണം. ഏട്ടത്തി ഇതൊക്കെ ഒന്ന് പറഞ്ഞു വിലക്കണം. ആ നയനയെന്ന് പറയുന്നവൾ അങ്ങോട്ടേക്ക് പോകുന്നേന്. അല്ല, ഞാനിപ്പോ എന്ത് പറയാനാ ജലജയെന്ന് ചോദിക്കണം. ഏട്ടത്തിക്ക് ഒന്നും പറയാല്ലേ, ഏട്ടത്തി അവളെ പറഞ്ഞു വിലക്കണം, അങ്ങോട്ട് പോവല്ലെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, അവൾക്ക് അവളുടെ അമ്മയുടെ അച്ഛന്റെ അടുത്തേക്ക് പോണ്ടേ, ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് കൊണ്ടെന്ന് ഓർത്തോണ്ട് അവളുടെ അച്ഛനും അമ്മയൊന്നും ആവാതിരിക്കുന്നില്ലോ. പിന്നെ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ അത്. നമ്മൾ ഇനിയിപ്പോ അതിന്റെ ഇടയ്ക്കേക്ക് ഏതെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ആദർശന്റെ സ്വഭാവം അറിയാലോ. ആദർശനപ്പോ എന്നോട് പണി അങ്ങോട്ടേക്ക് പോയെന്നിരിക്കും. എനിക്ക് എല്ലാരെക്കാളും വലുത് എന്റെ മോന്റെ ജീവിതമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തെ. എന്റെ മോനെങ്ങാനും പിണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ല ഞാൻ അവളുടെ കൊള്ളരുതായ്മയ്ക്കൊക്കെ കൂട്ട് നിൽക്കണേന്ന് പറയാണ്. ഇത് കേട്ടപ്പം ജലജയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ജലജ പറഞ്ഞു, ഏട്ടത്തിക്ക് ഇത് എന്ത് പറ്റി? ഏട്ടത്തി മുമ്പത്തെ സ്വഭാവം ഒന്നും അല്ല കാണിക്കുന്നേ. ഏട്ടത്തിക്കാണ് ഇപ്പൊ നല്ല മാറ്റമാന്ന് പറയണം. നമ്മൾ പ്രായമായി വരുമല്ലേ ജലജ, ഇനി നമ്മൾ മാറേണ്ട സമയമൊക്കെ ആയി എന്ന് ദേവേനി പറയാ. എത്ര കാലം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നടക്കുന്നേ, പ്രായമായി വരുന്നത് നമ്മളിവിടെയും കിടപ്പായി പോയാൽ നമ്മളെ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ. അതുകൊണ്ടൊക്കെയാ ഞാൻ ഓർത്തൊരു മാറ്റം നമുക്ക് അനിവാര്യമാണല്ലോ എന്ന് വിചാരിച്ചേ. പക്ഷെ ജലജയ്ക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ദേവേനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതുവരെയായിട്ട് ആദർശോ നയനെ അവരാരും വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ കുറെ സമയം നോക്കിയിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശിന്റെ വണ്ടി അങ്ങോട്ട് വരുവാണ്. ആ വണ്ടി കണ്ടു കഴിഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞൊരു ശ്വാസം നേരെ വീണ ദേവേനിക്ക്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നവ്യ നയനയൊക്കെ ഇറങ്ങുവാണ്. പെട്ടെന്ന് തന്നെ ദേവേന് കഥ തുറന്നു കൊടുക്കാണ്ട് ഓടി ഇറങ്ങി ചെല്ലുവാണ്. അങ്ങനെ കഥ തുറന്നു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവരെ കണ്ടപ്പോൾ ദേവേനി പറഞ്ഞു, ഓ വന്നോ, വീട്ടിൽ പോയിട്ട്? ഞാൻ കരുതി നീ 2-3 ദിവസം കഴിഞ്ഞിട്ടാ വരുവുള്ളായിരിക്കും എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ആദർശ് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? അമ്മയ്ക്കാണെങ്കിൽ ഇവളിവിടെ ഇല്ലാത്ത സമയത്ത് ഇവളിങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ഇവള് 2 ദിവസം വീട്ടിൽ പോയി നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്മയെ സമ്മതിക്കത്തില്ല. വീട്ടിലേക്ക് വന്നു കഴിയുമ്പത്തിന് അമ്മ ഭയങ്കര കുറ്റപ്പെടുത്തലുള്ള, അമ്മയുടെ സ്വഭാവം ഒട്ടും കൂടെ മനസ്സിലാകുന്നില്ലോ എന്ന് വിചാരിക്കുകയാണ്. ഈ സമയം ദേവേന പറഞ്ഞു, ഞാൻ കരുതി നീ 2 ദിവസം കഴിഞ്ഞിട്ടാ വരുവുള്ളായിരിക്കും. പിന്നെ നീ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ മോനും അങ്ങോട്ടേക്ക് വരും, അതുകൊണ്ട് മാത്രം നിന്നോട് ഞാൻ അവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറയണം. ആ സമയം ആദർശ് പറഞ്ഞു, അല്ല അവൾ അവിടെ 2 ദിവസം നിന്നോണ്ട് എന്താ അമ്മ കുഴപ്പമെന്ന് ചോദിക്കുക. പിന്നെ 2 ദിവസം നിന്നോണ്ട് കുഴപ്പം, നീ പിന്നെ അങ്ങോട്ടേക്ക് പോയി നിൽക്കില്ലേ, നിന്നെ കാണാതെ എനിക്കിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചേ, അല്ലാതെ ഇവളുടെ തിരുമോന്ത കാണാൻ വേണ്ടിട്ടല്ല. ഇവളുടെ മുഖം കണ്ട അന്നത്തെ ദിവസം കഞ്ഞിക്ക് കിട്ടില്ലെന്നൊക്കെ പറയണം. അത് കേട്ടപ്പോ നയനിക്ക് ആപ്പാടെ വിഷമായി. ദേവേനിക്കറിയാം അവൾക്ക് വിഷമാവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ അവസരത്തിൽ തനിക്ക് ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്ത ദേവേന്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. ദേവേന് പറഞ്ഞു, ദേ ആദർശേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഇവിടെ കണ്ടുകൊണ്ടിരിക്കണം അത്ര വലിയ മോഹമൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടപ്പോ നവി പറഞ്ഞു, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? ഒന്നുമില്ല, ഞങ്ങൾ ഈ കുടുംബത്തിലെ മരുമക്കളല്ലേ. എന്റെ അമ്മായിമ്മയ്ക്കാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയൊന്നും പോയാൽ മാത്രം മതിയെന്നുള്ളൂ. എങ്ങനെയും പോയി കിട്ടുവാണെങ്കിൽ ആ ഒരു സന്തോഷം അവർക്കെന്ന് പറയാം. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, അത് പിന്നെ മറ്റൊന്നും കൊണ്ടല്ല, കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണവുമായിട്ട് വരുന്ന മോനെ കാത്തിട്ടാണ് ഈ പറയുന്ന ജലജ ഇരുന്നേ. പക്ഷെ വന്നതോ നീ ഒന്നും കൊണ്ടൊന്നും കൊടുക്കാത്തോണ്ടാന്ന് പറയണ. അതുകൊണ്ടാണ് നിന്റെ അമ്മായിമ്മയ്ക്ക് നിന്നെ ഇഷ്ടമില്ലാത്തെന്ന് പറയാം. ഇത് കേട്ടപ്പം ആദർശ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യയുടെ കാര്യമോ? അവളൊന്നും കൊണ്ടുന്നില്ല കാര്യമായിട്ട്, പക്ഷെ അവൾ കോടികളുടെ ലാഭം ഇപ്പൊ കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നേ. എന്നിട്ട് അമ്മ എന്താ അവളെ സ്നേഹിക്കാത്തെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയനയുടെ മുഖത്തേക്ക് ദേവേനി നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.